ഇന്ന് നമുക്ക് രാവിലത്തെ പണി കുറച്ചുകൂടെ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ചട്നിയുടെ റെസിപ്പി നോക്കാം. എന്നും നമ്മൾ ഒരേപോലത്തെ റെസിപ്പി തന്നെ ആയിരിക്കുമല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറച്ച് വ്യത്യസ്തമായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ചട്നിയാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതിന് വേണ്ടി ആദ്യം തന്നെ നമുക്ക് ഇതുപോലെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് നല്ലോണം ചൂടാക്കിയിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂണൊക്കെ എണ്ണ മതി. അത് നല്ലോണം ചൂടായിട്ട് വരുമ്പോൾ അതിക്ക് മീഡിയം വലുപ്പത്തിലുള്ള അല്ലെങ്കിൽ ഒരു ചെറിയ സവാള ഇതുപോലെ അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക. അതിലോട്ട് തന്നെ 2 അത്യാവശ്യം വലുപ്പമുള്ള വെളുത്തുള്ളിയുടെ 2 അല്ലി ഇതുപോലെ നടുവിൽ കീറിയിട്ട് അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഒന്ന് വഴറ്റിയെടുത്ത ശേഷം നമുക്ക് അതിലോട്ട് ചെറിയൊരു തക്കാളി സ്ലൈസ് ചെയ്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് തക്കാളി നല്ല വലുപ്പത്തിൽ എടുക്കൊന്നും വേണ്ട, കുഞ്ഞു തക്കാളി മതി. വലുതാണെങ്കിൽ പകുതി മതി. ഒന്ന് അടച്ചു വെച്ച് ചെറിയ തീയിലിട്ടിട്ട് തക്കാളി ഒന്ന് സോഫ്റ്റ് ആവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ സാധാ പോലെ വഴറ്റി കൊടുത്തിട്ട് തന്നെ തക്കാളി ഒന്ന് സോഫ്റ്റ് ആക്കി എടുത്താൽ മതി. നല്ല പോലെ എല്ലാം കൂടി ഒന്ന് വഴണ്ട് വരുന്ന ആ ഒരു സമയത്ത് നമുക്കതിലോട്ട് ഒരു 5-8 അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. 5 മുതൽ 8 വരെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി അതിൽ കൂടുതൽ വേണമെങ്കിൽ അതിനനുസരിച്ചിട്ടും ചേർക്കാം. പിന്നെ നല്ലോണം ഒന്ന് വഴറ്റിയെടുത്ത ശേഷം നമുക്ക് അതിലോട്ട് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കുക. ഏകദേശം 1/2 കപ്പ് വരെയും തേങ്ങ ചിരവിയത് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. നന്നായിട്ട് വഴറ്റിയതിന് ശേഷം പിന്നെ നമുക്കത് ചൂടാക്കേണ്ട ആവശ്യമൊന്നുമില്ല, കൂടുതൽ സമയം വെക്കണ്ട. അപ്പം തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് കളയാം കേട്ടോ. എന്നിട്ട് ചൂട് ഒന്നങ്ങ് ആറിയതിന് ശേഷം മിക്സിയുടെ ജാറിലോട്ട് മാറ്റാം. ഞാനിവിടെ ചെറിയ മിക്സിയുടെ ജാറാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് അരിഞ്ഞ് കിട്ടാനൊക്കെ അതായിരിക്കും എളുപ്പം. പിന്നെ ഒരുപാട് അങ്ങ് ലൂസിലുള്ള ഒരു ചട്നിയല്ല, കുറച്ച് തിക്കായിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതുപോലെ ചെറിയ ജാറിലിട്ട് അരക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഇനി കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. ഞാൻ ഇതുപോലെ നന്നായിട്ട് സ്മൂത്ത് ആയിട്ട് അരച്ചെടുത്ത ശേഷം ഇച്ചിരി കൂടെ വെള്ളം ഒഴിച്ചിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടി അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു ബൗളിലോട്ട് മാറ്റാം. ഇനി നമുക്കിത് ലാസ്റ്റായിട്ട് ഒന്ന് താളിച്ചെടുക്കേണ്ടതുണ്ട്. അപ്പം നമ്മുടെ ചട്നിയുടെ ഒരു കട്ടി എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. കുറച്ചുകൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ലൂസാക്കാം, നിങ്ങളുടെ ചോയ്സിനനുസരിച്ചിട്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒരു കുഞ്ഞ് കടായി വെച്ചിട്ട് നല്ലോണം ചൂടാക്കി അതിലോട്ട് ഒരു 1.5 ടേബിൾ സ്പൂൺ വരെ എണ്ണ നല്ലോണം ചൂടാക്കുക. അതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് കടുക് ഇട്ട് നല്ലോണം പൊട്ടിച്ചിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് നമുക്ക് നേരെ ചൂടോട് കൂടിയിട്ട് തന്നെ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ചട്നിയിലോട്ട് ചേർത്ത് കൊടുക്കുക. നല്ലപോലെ ഇളക്കി നമുക്ക് ഇത് ദോശൻ്റെ കൂടെ അപ്പത്തിൻ്റെ കൂടെയൊക്കെ സെർവ് ചെയ്യാം. ഇഡലിയുടെ കൂടെയൊക്കെയും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഉറപ്പായും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. എന്നും ഒരുപോലെ ഉണ്ടാക്കാതെ ഇടയ്ക്കൊക്കെ ഒന്ന് വെറൈറ്റി ആയിട്ട് ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം ഇൻഷാ അല്ലാഹ്. താങ്ക്